പുഷ് പുഷ് പുഷ്. അല്ല ഒരു മിനിറ്റ് പറ. ഓ രാത്രി നമ്മളല്ലാണ്ട് ഫസ്റ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? നീ പറയ്. ഇല്ല, ഈ അവിടെ കേറിയപ്പോ കണ്ടില്ല നമ്മളെ കാൽപ്പാട് അവിടെ അതൊരു ഒരു കാലിന്റെ അടയാള ലാൻഡിലേക്ക് എത്തിയിട്ടില്ല, നമ്മളെത്തിച്ച്. ഈ നാട്ടുകാരും കണ്ടില്ല മതി. പിന്നെ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡേ 14 ഓഫ് 100 days വ്ലോഗ് ചാലഞ്ച്. ഇന്ന് നമ്മള് വാട്ടർ എന്താ ഷിഫിനെ കയാക്കിങ് പിന്നെ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ്. ഞാനും പിന്നെ ഷിഫിനും ഉണ്ട് ഒന്നിച്ച്. മാംഗ്ലൂരാണ്, മാംഗ്ലൂർ നേത്രാവതി പാലത്തിൻ്റെ അവിടെയാണ് ഈ സാധനം ഉള്ളത്. ഞങ്ങൾ ഇന്ന് ഫസ്റ്റാണ് ഇവിടെ വരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയൂല, നോക്കാം. ಎರಡು ಜನ ಎಷ್ಟು ಕಾಯ್ಕಿಂಗ್? ಒಂದು ಜನಕ್ಕೆ 100 ಕೊಡಿ, 2 ಕೊಡಿ. ഒരാൾക്ക് 100 കയാക്കിങ്ങിന്. ഞങ്ങൾ 2 ടിക്കറ്റ് എടുക്കുന്നുണ്ട് ക്യാഷ്. എലി എലി ഇബ്ബറ് നമുക്ക് കണ്ടു തന്നെ അറിയാം എങ്ങനെ ഉണ്ടാവും ഈ അഡ്വഞ്ചർ എന്നുള്ളത്. ചിക്കനെ റെഡി അല്ലേ? ബാ. ഇവിടെ മൊത്തം ആൾക്കാരും അത്യാവശ്യം നല്ല ഫാമിലി വരുന്നുണ്ട് ഇവിടെ. നമുക്കിപ്പോൾ ഇവിടെയുള്ള എല്ലാ അഡ്വഞ്ചറിലും കയറണം. ബട്ട് സമയം 7-8 മണിയാകുമ്പോൾ ഇവർ ക്ലോസ് ആക്കി. ഇപ്പോൾ ഓൾറെഡി 6:30 ആയി. എന്തിലൊക്കെ കയറാൻ പറ്റുമെന്ന് പറയാൻ പറ്റൂല. എനിവേ ഇപ്പോൾ ഒരു 10 minutes വെയിറ്റ് ആക്കണം. എന്തിന്? നമ്മളെ കയാക്കിങ്ങിൻ്റെ അത് ഒരു റൗണ്ട് പോയിട്ടുണ്ട്, അടുത്ത റൗണ്ട് അത് വരാനാണ്. അത് വന്നതിന് ശേഷം ഞങ്ങളെ സെറ്റാണ്. ആൻഡ് ഇവിടെ വേറെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ബോട്ട് ഉണ്ട്, പിന്നെ മറ്റേ ഫാസ്റ്റ് ബൈക്ക് ഉണ്ട്, പിന്നെ ബാക്കിയുള്ള ചെറിയ ചെറിയ അഡ്വഞ്ചർ കാര്യങ്ങൾ. അവിടെ പോകാൻ നോക്കിയേ. നമ്മളെ സമയം ഒന്ന് വന്നോട്ടെ, നമ്മളെ സമയം വന്നതിന് ശേഷം കാണിക്കാം. ആ കാണുന്ന ആ ദ്വീപുണ്ടല്ലോ, അങ്ങനെ അറ്റം വരെ നമുക്ക് കയാക്കിങ് ചെയ്ത് പോകാനുള്ളതാണ്. എന്തായാലും നല്ല സീനറി കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അത് പക്കാണ് സീനറി കാര്യങ്ങളൊക്കെ. നമ്മളെ മറ്റൊരുത്ത് എന്താ ഇവിടെ ഇരുന്നിട്ടുണ്ട്, പാവം. കാത്തിരുന്ന് കാലം എടുത്തു. നമ്മളെ കയാക്കിങ് വന്ന് ഇനി നമുക്ക് ഫുള്ള് ചേഞ്ച് ആവാനുണ്ട്. ബാ ഷിഫിനെ. ഇത് വേണോ? ഇത് ചെറുതല്ലേ? അവിടെ ഉണ്ട്. ഇല്ല ചണ്ടിതാ, എന്നാ നീട്. ഇട് എങ്ങനെയാണെന്ന് കാണിച്ചേരണോ? ഇടറിയോ? നോട്ട് ആദ്യം അത് പ്ലക്കേജ്. പിന്നെ ഇപ്പൊ ഷൂ ഒക്കെ മാറ്റി കയറണം. ഷൂ ഇട്ടോണ്ട് കയറാൻ പറ്റൂല, അപ്പൊ ഷൂ ഒക്കെ മാറ്റണം. ഈ പ്ലക്ക് വന്നിട്ട് നമ്മളതാണ് ആയിരിക്കുന്നതാ. ആ കയാക്കിങ് ചെയ്യാനുള്ള സാധനം നമ്മളതാണ്. വേണ്ട മണ്ണിൽ വേണ്ട. സത്യത്തിൽ ഇതിന്റെ ആവശ്യമില്ലായിരുന്നല്ലേ? ഷൂ ചേഞ്ച് ചെയ്യുന്ന അതിന് പിടിയുന്ന ഞാൻ ഷൂ ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. ഷൂ ഇട്ടോണ്ട് കയറാൻ പറ്റൂല. ഷോക്സ് തിരിച്ചു വരുമ്പോ ഇത് ഇവിടെ ഉണ്ടെങ്കിൽ മതി. പിന്നെ ഞാൻ ചെറുപ്പം മാറ്റ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നുള്ളത്. അല്ല ഞാനല്ല, ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നുള്ളത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എക്സൈറ്റ്മെന്റ് പറയുന്നതിൽ അധികമാണ്. ഞാൻ മറ്റേ ഇത് വെച്ച സാധനം വെക്കുക, നമുക്ക് സെപ്പറേറ്റ് വണ്ടിയിലാണ് പോകാനുള്ളത്. അതെൻ്റെത്. ഇത് ഈ നാറി പുതിയത് കിട്ടുമ്പോ തുള്ളി നോക്ക്. അണ്ണാ ഇത് ഓപ്പോസിറ്റ് ആക്കಬೇಕല്ലോ ಅಣ್ಣ.
അവിടുത്തെ കൊടുത്തതാ? മൊബൈലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മള് വിചാരിച്ച പോലെയല്ല. ഞങ്ങള് രണ്ടില് പോവാന്ന് വിചാരിച്ചു. ഇതിപ്പോ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല, നിക്കാനും പേടിയാണ്, ഒരുമാതിരി കുലുങ്ങിക്കോന്നുണ്ട്. ശിവനെ തൊഞ്ഞു പോ, അങ്ങ് പോ. ഈ ചങ്ങായി വന്നിട്ട് എന്നെ കുത്തുന്നു. ഇപ്പൊ നടുവ് പോയാലുണ്ട്. പിന്നെ ഈ വെള്ളത്തിലേക്ക് വന്നതിന് വെള്ളത്തിൽ വന്നിട്ട് പറയാം ഞങ്ങൾ വെള്ളാന്നിട്ട് മേത്തുന്നു. എന്ത് മനുഷ്യനാണ്. ഹലോ ഗൈസ്, നല്ല അഡ്വഞ്ചറാണ്. പിന്നെ മെയിന് പേടി എന്ന് വെച്ചാല് ഫോണ് കയ്യിൽ നിന്ന് വീണാ പോയി. അവരും പറഞ്ഞ തന്നെയാ, ഫോണ് യുവർ ഓൺ റെസ്ട്രിക്ഷൻ. വേണ്ട, നിങ്ങൾ വീഡിയോ ആക്കണോ? ഒരു മിനിറ്റ്. ഷിഫിനെ ഓരോന്ന് വീഡിയോ എടുത്തോ. ഓൻ വരും. ഗൈസ്, ഒരു കയ്യിൽ ഇത്, ഒരു കയ്യിൽ ഫോണ്. നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. ബട്ട് ഇത് ഫോണില്ലാലോ. ഒരു കയ്യിൽ ഫോണ് പിടിച്ചോണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നോക്കി അവിടെ ഒരുത്തർ മറ്റേ നമ്മളെ സൈക്കിൾ ബോട്ട് ചെയ്യുന്നുണ്ട്. അവര് പിന്നെ വീഡിയോ എടുത്തു കൊടുക്ക്. അവരെ വീഡിയോ അവിടെ എടുത്തോണ്ട്. ഇതാ മോനെ, വൈബ് എന്നോ. പിന്നെ കാണുന്നുണ്ടാ? പിന്നെന്താ, വയയുടെ നടുക്കട്ട് വന്നിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ മിഡിൽ പോർഷനിലുണ്ട്. ആ വ്യൂ ഒന്ന് നോക്കിയേ. പറയൂ, എങ്ങോട്ട്? ദ്വീപിലേക്ക്. ആ ദ്വീപിലേക്ക് വന്നു. നമുക്ക് ആ ദ്വീപിലേക്ക് എങ്ങനെ എത്തണം, അതിനുള്ള പണിയാണ്. ഓക്കെ, വെള്ളത്തിലുണ്ട്. ഈ സീനറി ഒന്ന് നോക്കിയേ. ഏത് സീനറിയോ? ഞങ്ങൾക്ക് ഇന്നലെ ഞങ്ങളൊരു ഫ്രണ്ട് ഇന്ന് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിഞ്ഞ് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. മാംഗ്ലൂരിൽ രണ്ടു കൊല്ലായി മാംഗ്ലൂരില് ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് ഞാൻ ആദ്യം അറിഞ്ഞത്. ആ കുറച്ചു നേരം പിടിച്ചു വെച്ചേ, മെല്ലെ മറിക്കാതെ പിടിച്ചു വെച്ചേ. ആൾക്കാർ മറിച്ചിട്ടുണ്ട്. പോവാ, ഞാൻ നടക്കൂ. ഇപ്പാണ് ഒരു സമാധാനം കിട്ടിയത്. കുറെ നേരമായി പിടിച്ച് അങ്ങും ഇങ്ങും തിരിക്കുന്നത്. പിന്നെ ആ സാധനം എടുത്തിട്ട് ചെവിക്കില്ല കുത്തുന്നതിന്റെ ആ സാധനം എടുത്ത് ഞാൻ പിടിക്കാം. ഈ ചങ്ങായിന്റെ മറ്റേ മൈക്ക് കൊടുത്തിട്ട് ഈ ചങ്ങായി അത് വെക്കാതെ വെറുതെ അതിനും കീശൊക്കെ ഇട്ടിട്ട് പിന്നെ നീ വള്ളത്തിൽ വന്നിട്ട് നനഞ്ഞ് പറയും എന്തോ പിന്നെ നിന്റത്. അതിന്റെ ഇത് കാണാൻ ആൾക്കാർക്ക് ഒരു ഡിഫറെന്റ് വൈബ് അല്ലേ? ഫസ്റ്റ് എക്സ്പീരിയൻസ്. നമുക്ക് അങ്ങോട്ട് പോകണോ പിന്നെ ആ ദ്വീപിലോട്ട് പോവാ. നീ അത് കുത്തി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുമ്പോ യൂസ് ആവും. ഈ സാധനം വീണെങ്കിൽ പോയി പിന്നെ നടുവെള്ളത്തിൽ ബാക്കിയാവും. ഈ പോയാ നടുവെള്ളത്തിൽ ബാക്കി. അത് വിളിക്കാൻ വരുന്നതിന് തോന്നുന്നില്ല. ഒരു ഫോൺ എടുത്ത് ഫ്രണ്ട് കയറുണ്ടാ എന്റെ ഫോൺ വീണെങ്കിൽ ഫോൺ വിട്ടെങ്കിൽ പോയില്ലേ? നിന്റെ ഫോണല്ലേ? വേണ്ട, കയറ് കെട്ടണോ? എന്തിന് പോവാ? വേണ്ടാണ്, നമുക്ക് മരിച്ചല്ലേ ഒന്നിച്ച് അപ്രീപ്പറായിട്ട് പോവാ. നീ അങ്ങോട്ട് പോവാ. തോയല്ലേ, വെള്ളം വേത്തിക്കാക്കല്ലേ. ഒരു കയ്യിൽ ഫോൺ പിടിച്ച് തോയാന്ന് വെച്ചാൽ വലിയ സീൻ പരിപാടിയാണ്. പറ്റുന്നില്ല. ഇതിന്റെ ഒരു വ്യൂ നിങ്ങൾ നോക്കിയേ. ഇച്ചാ മോനെ, ഇവിടെ കുറച്ച് കൂടുതലാണ്. ഞാൻ വീഡിയോ കട്ട് ചെയ്യുന്നത്. കുറച്ച് ജീപ്പിലേക്ക് പോയി എത്തണം. ഞാൻ വരുന്ന വീഡിയോ അറ്റം വരെ ഞങ്ങൾ പോയി. അറ്റം വരെ പോയിട്ട് എന്താ വെച്ചാൽ അവിടെ കയറാൻ പറ്റുന്നില്ല. ഫുള്ള് ചളിയായി. ഈ സാധനം നിർത്താൻ പറ്റുന്നില്ല. ഗ്യാപ്പ് ഉണ്ടാ? അപ്പൊ ഒന്നുകൂടി ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. പുറത്ത് കഴിച്ച് നമ്മള് വാഷിന്റെ പുറത്ത് ആ കരയിൽ നിന്ന് ഈ കരയിലേക്ക് നമ്മള് ആദ്യമായിട്ട് കാക്കിങ് ചെയ്തോണ്ട് കൈ പോയി. കഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കയാക്കിങ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. പിന്നെ ഇങ്ങോട്ടോ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരാ. രണ്ടുപേരും ആദ്യമായിട്ടാണ് കയാക്കിങ് ചെയ്യുന്നത്. എന്നിട്ട് വാഷിന്റെ പുറത്ത് ആ കരയിൽ നിന്ന് ഈ ദ്വീപിലേക്ക് ഞങ്ങൾ കയാക്കിങ് ചെയ്തോണ്ട് വന്ന് എത്തോ ഇല്ലേ എന്നൊരു ഇതിൽ വന്ന്. അപ്പൊ അവർക്ക് അറിഞ്ഞാല് വെട്ടുകയോ എല്ലാം അല്ലാതെ അറിയൂ. എനിവേ വന്ന സ്ഥലം നോക്ക്. ദ്വീപ് വന്നത് ചപ്പും ചവറിലേക്ക് വന്നത്. ഈ ചെരുപ്പിടാതെ ഇങ്ങനെ പോകുന്ന കാലിടി പോവും ചങ്ങായി. ഞാനിവിടെ വന്നിട്ട് 2 വർഷമായി. 2 വർഷത്തിനിടയിൽ
ഈ ദ്വീപ് എല്ലാ സമയവും കാണുന്നുണ്ട്, പക്ഷെ ഇവിടേക്ക് വരാന് പറ്റിയിട്ടില്ല. അങ്ങനെ ആദ്യമായിട്ട് ഇവിടേക്ക് എത്തി. പിന്നെ ഇതൊരു എക്സ്പീരിയൻസും കൂടിയാണല്ലോ ഈ കയാക്കിങ് കാര്യങ്ങൾ, വെള്ളത്തിൽ പോകുന്നതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല കുപ്പിയുണ്ട്, സൂക്ഷിച്ച് നടക്കണം. കാലും പോയാലും കയാക്ക് പോലല്ലേ, കയാക്ക് പോയെങ്കിൽ നമ്മുടെ ബാക്കി ഞാൻ കയറ്റി വെച്ചു, നീ വെച്ചാടനെ വെച്ച്. കയാക്ക് പോയാല് ഇവിടെ ബാക്കി. പക്ഷെ നടക്കുന്നൊരു വഴി നോക്കിയേ, കാലില് ചെരുപ്പും ഇല്ല. അങ്ങോട്ട് എന്തുണ്ട് അത് നടക്കാ, പ്രശ്നമില്ല. എന്ത് ഈ ചപ്പും ചവറിൽ നിന്നെ കൊണ്ടുവന്നല്ല നീ എന്നെ. ഈ വീഡിയോ കണ്ടെങ്കിൽ ആയാലും നിന്നെ കൊല്ലും, നോക്കോ. ഈ ചങ്ങായി നമ്മളെ എവിടേക്കല്ലോ വിളിച്ചോണ്ട് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ നടക്കണ്ടേ? നിനക്ക് തന്നിട്ട് നീ എന്നെ നൽകി പോകുന്നല്ലോ. ഞാൻ പോ സേഫ് സേഫ്. ഈ തെർമോകോൾ എടുത്ത് ഓരോ സ്റ്റെപ്പും മുമ്പിലോട്ടും പിമ്പിലോട്ടും വെച്ചിട്ട് അമ്മ പോകുന്നുള്ളത് ഇപ്പൊ. കയാക്കുണ്ടല്ലേ, കയാക്കുണ്ടല്ലേ, കയാക്ക് പോയ ഇന്ന് രാത്രി ഇവിടെ വൈവ്. അല്ലടാ ഓരെന്താ നമ്മളൊന്നും നോക്കാൻ വരാത്ത? ഓരെങ്ങോട്ട് പോയി? 20 മിനിറ്റ് കഴിഞ്ഞ്, അരമണിക്കൂർ കഴിഞ്ഞ്. എന്നാലും ഓരെന്തൊരു ഓർക്ക് നമ്മള് പോയ പുല്ല് എന്തൊരു ചങ്ങ ഇങ്ങനെ നടക്കണീ. ഈ സാധനം എടുത്ത് ഏ സാധനം ഞാൻ നടക്കുന്നതാ വെറുതെ ഇല നടക്കുന്ന. ഇത് എന്തുണ്ട് ഇവിടെ? എന്തുണ്ട് എന്തുണ്ട് ഇവിടെ? ചളിയില്ലാകെ നിന്റെ ഇപ്പൊ കാലിടി ചളി ആവാത്ത പോലെ. അല്ല പോയി നമ്മള് വന്ന് ഈ കാട്ടിലേക്ക് എന്തിനാ വന്നത്? ഇപ്പൊ ഒരു ഇതില്ല, ഒരു പന്തത്തിന്റെ മുകളിൽ ഇങ്ങോട്ട് വന്ന് എത്തി. ഇനി എന്താ ഇനി അങ്ങോട്ട് കയാക്ക് ചെയ്യാല്ലേ? അങ്ങോട്ട് മരത്തിന്റെ ചോട്ട് പോവാ. മരത്തിന്റെ ചോട്ട് കഴിയാ? തിരിച്ചു വരുമ്പോ കയാക്ക് ഉണ്ടായാൽ മതിയായിരുന്നു. ഒരു പേടിയുണ്ട്, കയാക്ക് പോയാലേ ഞങ്ങളിവിടെ പെട്ടു. എന്തൊക്കെയാ ചവിട്ടണുണ്ട് ആ മൈക്ക ചാടിയാ സേഫ്. ഓക്കെ സാധനം ഉണ്ടല്ലോ. ഓക്കെ ആ മോനെ ഇത് ചേർറ. അതെ മലയാളത്തില് പച്ച മലയാളത്തിലാണ് പറഞ്ഞത്. അപ്പൊ എന്താ പറഞ്ഞേ? അത് വേണ്ട നമുക്ക്. മരത്തിന്റെ അടുക്ക് പോണാ? അങ്ങോട്ട് നോക്കി കൊറേ പോവാണ്ടോ? ഈ റൂട്ട് നീ ഒന്ന് നോക്കിയാ ഇപ്പൊ പാമ്പാ വേറെ വന്നിട്ട് കൊതി എടുത്തോട്ട് പോയിട്ടാ മതി. നല്ല പുല്ലുണ്ടാ ചെല്ലി പോണോ? ആ കാലൊക്കെ മൊത്തം ചളിയായി. ആടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ ഓര് നമ്മളെ ഊന്തി വെള്ളത്തിലേക്ക് കയറ്റി. ഇപ്പൊ നമ്മ എങ്ങനെ കേറും? സ്വയം കയറാം. ടാസ്ക് സ്വയം എങ്ങനെ കേറും? ടാസ്ക് കണ്ടു. ടാസ്ക് എല്ലാത്തിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഷിഫിനാണ് ഈ ചെയ്യുന്നുള്ളത്. നമുക്ക് കാണാം. എന്തേ എന്റെ പാന്റ് ചളിയായി. ചളിയല്ല ഇതായിരുന്നു. പോ ഊന്ത്. പുഷ് പുഷ് പുഷ്. അല്ല ഒരു മിനിറ്റ് പറയ്. എന്റെ ഈ സാധനം ബാക്കിലേക്ക് ആക്കണു. എന്തേ പറയ്. നിക്കറാ വെള്ളത്തിൽ ഈ സാധനം ബാക്കിലേക്ക് ആക്കണേ. കെട്ടണ്ടേ? തിരിച്ചു വാ. ഈ ചങ്ങായി നമ്മളെന്തെല്ലോ ചെയ്യിപ്പിക്കുന്നുണ്ട്. നിക്ക് ഞാൻ അതിന്റെ പാന്റ് റെഡിയാക്കി തള്ളല്ലേ കമ്മേ. ഒട്ടും പരിചയമില്ലാതെ നമ്മള് ഇതൊക്കെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. വലിക്കല്ലേ ഈ ചങ്ങായിന്റെ വർത്താനം ഇപ്പൊ ഞാനും ഓരോന്ന് ചെയ്യുന്നുള്ളൂ. എനിക്കിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഓർക്കും ഇല്ല. ഇതുണ്ട് നാട്ടിലെന്തുള്ള? നാട്ടിൽ പോയണ്ട് തോണിണ്ട്. കയാക്കിങ് ചെയ്തു നാട്ടില്. കയാക്കിങ് അല്ല തോണി. കയാക്കിങ് എന്ത് തോണി എടുത്താ പോയിന്റ് കേട്ടാ. അപ്പൊ ഷിഫിന് ആളൊരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നമ്മളെ കൂട്ടത്തില്. വെള്ളത്തിലായില്ലേ? കണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കി. മൊബൈൽ വെക്കണോ? മൊബൈൽ ഓഫ് ആക്കി. മൊബൈൽ പിടിച്ചോണ്ട് വരാം. നോക്ക് എന്തൊക്കെയാന്ന്. ഓഫാക്ക്. പിടിക്കാനാണ്. ഇതിന് ചൂടി. അപ്പൊ ഗൈസ് വെള്ളത്തിലേക്ക് കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു. വെള്ളത്തിലേക്ക് കയറിയിട്ട് ഞാൻ വീഡിയോ എടുക്കാം.
ഈ രാത്രി നമ്മളല്ലാണ്ട് ഫസ്റ്റ് ചെയ്യുന്ന വേറെ ആരെങ്കിലും ഇങ്ങനെ ചെയ്യോ? നീ പറയ്. ഇല്ല, ഈ അവിടെ കേറിയപ്പോ കണ്ടില്ല നമ്മളെ കാൽപ്പാട് അവിടെ ഉണ്ടല്ലോ, അതൊരു അതൊരു ഒരു കാലിന്റെ അടയാള ലാൻഡിലേക്ക് എത്തിയിട്ടില്ല, നമ്മൾ എത്തിച്ച്. ഈ നാട്ടുകാർ കണ്ടില്ല മതി. പിന്നെ ഷിഫിനെ നിനക്ക് എന്തോ നമ്മൾ ഈ എക്സ്പീരിയൻസ് ഷിഫിനെ തോയ് എടാ ഞങ്ങക്ക് വീഡിയോ എടുത്തോണ്ട് തോയെന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക്കാണ്. സോ ഗൈസ് ഷിഫിനെ നിക്ക് ഒന്നിച്ചു ഞമ്മ വെള്ളത്തിന് പാസ്സായിട്ടാ. വെള്ളം ഞമ്മക്ക് ലൈറ്റ് അടിക്കുന്നില്ലേ ഗൈസ്? നമ്മളെ ചെക്കനെ പാതിന്ന് സ്പീഡ് ബോട്ട് വന്ന് വിളിച്ചോണ്ട് പോയി. ചെക്കനെ കൊണ്ട് പറ്റിയില്ല, പൊന്തിക്ക കയാക്ക് ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്ന് അവര് പകുതിന്ന് വന്ന് സ്പീഡ് ബോട്ടിൽ ഇട്ടോണ്ട് പോയി. ഞാൻ ഇതുവരെ ഞാൻ ഈടത്തോളം കയാക്ക് ചെയ്തോണ്ട് ഇങ്ങ അറ്റം വരെ എത്തി. നിന്നെ പകുതിന്ന് വെള്ളത്തിന്റെ പകുതിന്ന് ഒരെടുത്തോണ്ട് പോയില്ല, നിന്നോട് പറ്റാത്തോണ്ട്. ഇപ്പൊ അങ്ങനെയായി. അതിനെ കൊണ്ട് പറ്റാതെ അവന് ദീപക് എന്തിനാ നീ കൊണ്ടേ ഈ രാത്രി മരത്തിന്റെ അടുത്ത് Welcome to Miracle Water Sport Games, brother. 100 rupees and 200 prize. Yeah. The best games and best enjoyment. You come to Blue Miracle Water Sport. What's your name? My name is Sagar, brother. Oh, brother, my okay. name is Sagar. I can come this ಕನ್ನಡ ಜಾಸ್ತಿ ಬರೋದು ಕನ್ನಡದಲ್ಲಿ ಹೇಳಿ. ತುಂಬಾ ಲಾಂಗ್ ಗೇಮ್ಸ್ ಕೊಡ್ತೇವೆ ನಿಮ್ಗೆಲ್ಲ. 100 rupees ಅಲ್ಲಿ 200 ಅಲ್ಲಿ ಲಾಂಗ್ ಗೇಮ್ಸ್, ಬನಾನಾ ರೈಡ್ ಆಗ್ಲಿ, ಸ್ಪೀಡ್ ಬೋಟ್, ಕಾಯಾಕಿಂಗ್, ಪೆಡಲ್ ಬೋಟ್, ಮತ್ತೆ ಜಸ್ಕಿ ಆಗ್ಲಿ, ಎಲ್ಲ ತುಂಬಾ ಗೇಮ್ಸ್ ಉಂಟು. ಅವೆಲ್ಲ ನಿಮ್ಗೆ ಲಾಂಗ್ ಡ್ರೈವ್ ಕೊಡ್ತೇವೆ, ಮತ್ತೆ ಎಲ್ಲ ಎಂಜಾಯ್ಮೆಂಟ್, ಇಷ್ಟು ಎಂಜಾಯ್ಮೆಂಟ್ ಅಡ್ವೆಂಚರ್ ಅಲ್ಲಿ ಕೊಡ್ತೇವೆ. ಬರ್ಬೋದು ಎಲ್ಲಾರು. ನೈಸ್ ಟು ಮೀಟ್ ಯು. ಓಕೆ ഇല്ലിതവരാ സ്പീഡ് ഓടുന്ന ഇയാള് ഇന്ന് ഇയാളെ ഇപ്പൊ എടുത്തോണ്ട് ഇയാള് തന്നെ യോനെ ഇപ്പോ പകുതിന്ന് എടുത്തോണ്ട് വന്ന ആൾ ഇയാളാണ്. പേര് മുകുന്ദ് സാറാണ് ഈ ഷിഫിനെ എടുത്തോണ്ട് വന്നത്. ഇവന് പറ്റിയില്ല. ഓക്കെ നൈസ് ടു മീറ്റ് ಯು. ನಾವು ಕಾಯಾಕಿಂಗ್ ಮಾಡಿದ್ವು. ಹೌದಾ? ನಮ್ದಾ ಮೊಬೈಲ್ ಅಲ್ಲಿ ಮಾಡಿ. ಅಲ್ಲಿ ಉಂಟು ನಿಮ್ದು, ಅಲ್ಲಿಗೆ ಬರ್ತಾನ? ಬರ್ಬೋದು. ಅಲ್ಲಿದೆ ಒಳಗಡೆ ಬನ್ನಿ. ಕೆಲಸ ಮಾಡಿ ಅಣ್ಣ. ഓനെ എന്റെ യൂട്യൂബ് ചാനലൊക്കെ വേണോന്ന് കണ്ടപ്പോ വലിയ യൂട്യൂബറാണ് കരുതിയണേ. അത് നമ്മക്കല്ലേ അറിയുള്ളൂ. എന്തായാലും എന്താ ഭാവിയിലെ യൂട്യൂബറിനെ ആദ്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തിന്. ಹೌದು, ನಾವು ಹೊಸ ಸ್ಟಾರ್ಟ್ ಮಾಡಿದ್ವಿ ಯೂಟ್ಯೂಬ್ ಇನ್ಸ್ಟಾ ಅಲ್ಲ. ನೆಕ್ಸ್ಟ್ ಟೈಮ್ ಬರ್ತೀರಲ್ಲ ಇನ್ನೂ ದೊಡ್ಡಾಗಿ ಬ್ಲಾಗ್ ಮಾಡೋಣ. ಎಲ್ಲ ಗೇಮ್ಸ್ ಅಲ್ಲಿ ಲಾಂಗ್ ಕರ್ಕೊಂಡು ಹೋಗುವ, ಮಸ್ತಾಗಿ ಅಡ್ವೆಂಚರ್ ಇಂದ ಮಾಡುವ. ನೆಕ್ಸ್ಟ್ ಗೆ ನೀವು ಬಂದಾಗೆಲ್ಲ ದೊಡ್ಡ ರೈಡ್ ಕೊಡ್ತೇವಣ, ಎಲ್ಲ ಬೆಸ್ಟ್ ಆಗಿ ಅಡ್ವೆಂಚರ್ ಆಗಿ ಮಾಡುವ. ഓക്കെ, ഇയാള് പറയുന്നത് നെക്സ്റ്റ് ടൈം നമ്മ വരുമ്പോ നമുക്ക് വേണ്ട എല്ലാ വലിയ വലിയ അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ റെഡി ആക്കി തരാന്ന്. സെർച്ച് ചെയ്തു HUSTLE ಅಸೀಬ್ ಹಸಲ್ ಸರ್ಚ್ ಮಾಡಿ. ರೇಂಜಿಲ್ಲ നമുക്ക് നമ്മളൊരു പുതിയൊരു സബ്സ്ക്രൈബറെ കിട്ടി, ആവാൻ പോകുന്ന സബ്സ്ക്രൈബർ. ഓക്കെ ഡൺ, താങ്ക് യു. നമുക്ക് നല്ലൊരു സബ്സ്ക്രൈബർ കിട്ടി. അല്ല ഈ സാധനം അയക്കാണ്ട് ഇത് പിടിച്ച ഇത് ഞാനിപ്പോ ഈ സാധനം എടുത്തോണ്ട് പോട്ടി വീട്ടിലേക്ക്. ഈ ചെക്കൻ എന്ത് മോട്ടർ ഇത്? പാവൻ ചെക്കന് ചെക്കന് ഞാന് വലിയത് യൂട്യൂബറിന് വിചാരിച്ചു. അല്ല എന്റെ ചെരുപ്പ് ഷൂ ഒക്കെ ആണ്. ബാ ചെരുപ്പ് ആ ചെക്കന്റെ മോട്ടറിലെല്ലാം ഓന് നല്ലോണം പൊക്കി പറഞ്ഞു. എന്നെ പൊക്കി പറഞ്ഞല്ല, ഓന് ഓരോ ഈ സാധനങ്ങളും ഇവിടുത്തെ ഇതെല്ലാം പറഞ്ഞതാണ്. പിന്നെ അതിന്റെ ഒന്നിച്ച് ഞാനും പോയി. ഞങ്ങൾക്ക് എന്റേതാ ഈ കോട്ട് എടുക്കാൻ മറന്നു, എന്റെ ഷൂ എടുക്കാൻ മറന്നു, എല്ലാം അലക്കിട്ട് അങ്ങനെ പോകുന്നുണ്ടേ. ഷൂ കിട്ടുക പോയി
ഹസീബിന്റെ ഷൂ കിട്ടി ഹസിബിന്റെ ഷൂ കിട്ടി. ഷിഫിന് പൊട്ടൻ മരപ്പൊട്ടൻ എന്ത് പൊട്ടാ കുറച്ച് പൊന്തിച്ചു പിടിക്ക്. എന്ത് മരപ്പൊട്ടന് നിന്നെ പകുതി നീ എന്താ പറഞ്ഞ ഞാൻ നീന്തും നീന്തും വിട്ടുകൊടുക്കൂല എന്നൊക്കെ പറഞ്ഞ് നിന്നെ എടുത്തോണ്ട് പോയില്ലേ? എടാ അവർക്ക് ടൈമില്ല, പിന്നെ നമ്മളെ വേഗിക്കാൻ പാടില്ലല്ലോ. ഓ അത് ശരിയാ. ഇപ്പൊ അങ്ങനെ അവർക്ക് ടൈമിൽ അപ്പൊ ഞാൻ തോന്നുമ്പോ എന്നെ എന്താ വാങ്ങാത്തെ? അവർക്ക് നിന്നെ കാണുമ്പോ അവർക്ക് തോന്നി എന്ത് ഓനെ കൊണ്ട് പറ്റൂല. നേരെ പിടിച്ചു ഓനെ കഴിച്ചത് നല്ലൊരു അനുഭവമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ആദ്യം പോയിട്ട് നല്ല ഇത്രയും നല്ല വാട്ടർ ആക്ടിവിറ്റീസ് ഞങ്ങൾ ആദ്യം ചെയ്യാണ്. സോ അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. എക്സൈറ്റ്മെന്റിലുപരി അതിനേക്കാളും നല്ലൊരു വൈബ് കിട്ടി. സത്യം പറയാൻ വൈബ് കിട്ടി. ഇന്ന് ഞങ്ങൾ പോകുമ്പോൾ ലേറ്റായി, പക്ഷെ നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം പോകുമ്പോൾ കുറച്ച് പെട്ടെന്ന് പോകും. ബാക്കിയുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം, അതായത് ബൈക്ക് ആക്ടിവിറ്റീസ്, വാട്ടർ ആക്ടിവിറ്റീസ് കുറേ ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്, നെക്സ്റ്റ് ടൈം ചെയ്യും. ആൻഡ് അവിടെ ഒരുത്തിന് നമ്മൾ നല്ലൊരു വലിയ വ്ളോഗർ കണ്ട് അങ്ങനെ വിചാരിച്ച ഒരുത്തിന് വന്ന് സംസാരിച്ച് പാവം അവനറിയില്ലല്ലോ നമ്മളാരാണ്. അപ്പോൾ ഗൈസ് ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയി നമുക്ക് നാളെ കാണാം.